കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ സാമൂഹിക മേധാവിത്വമായാലും സമ്പന്നതയിലെ മേധാവിത്വമായാലും എല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഭാഗമാണല്ലോ നമ്പൂതിരിമാർ എന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ ഈ മണ്ണിൻ്റെ നാഥന്മാരായി നിലനിന്നവർ. ഭരണമേഖലകൾക്ക് പോലും കനത്ത സ്വരത്തിലൊന്ന് സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത അത്രയും ശക്തരായ ഒരു ജനവിഭാഗം. അത്തരത്തിലുള്ള ഒരു ജനവിഭാഗം നൂറ്റാണ്ടുകൾക്കപ്പുറം തകർന്നു എന്ന് പറയുവാൻ പോലും പൊതുവെ ആരും മെനക്കെടാറില്ല എന്നതാണ് ചരിത്ര വസ്തുത. ഏതായാലും ഈ വീഡിയോയിലൂടെ നമ്പൂതിരിമാരുടെ തകർച്ചയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമ്പൂതിരിമാരുടെ തകർച്ചയെ പൂർണ്ണതോതിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്പൂതിരിമാർ പഴയകാലത്ത് അനുഭവിച്ചു പോന്നിരുന്ന പദവിയും ശക്തിയുമൊക്കെ എത്രമാത്രമായിരുന്നുവെന്ന് നാം ആ പഴയകാല കണ്ണുകളോടെ നോക്കിക്കാണേണ്ടതുണ്ട്. അത് അത്രമേൽ പ്രധാനപ്പെട്ടതുമാണ്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളൊക്കെ തന്നെയും ദൈവത്തോട് ഏറ്റവും അടുത്തവർ എന്ന നിലയിൽ ഭയഭക്തി ബഹുമാനത്തോടെയാണ് നമ്പൂതിരിമാരെ നോക്കിക്കണ്ടിരുന്നത്. നമ്പൂതിരിമാരുടെ പദവിയെ എടുത്തുകാട്ടുന്ന അല്ലെങ്കിൽ പഴയകാല സാമൂഹ്യ വ്യവസ്ഥിതിയെ എടുത്തുകാട്ടുന്ന ഒരു ചരിത്രം നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. നമുക്കറിയാം, കേരളം എന്നത് പഴയകാലത്ത് പല രാജ്യങ്ങളായിരുന്നല്ലോ. അതിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരുന്നു സാമൂതിരി എന്നത്. കൊച്ചി രാജാവും സാമൂതിരിയും സ്ഥിരമായി സംഘട്ടനങ്ങളിൽ ഏർപ്പെടുക എന്നതും പതിവായിരുന്ന ഒരു കാര്യം തന്നെ. എന്നാൽ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊച്ചി രാജാവിൻ്റെ തൃശ്ശൂർ കോവിലകം കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ കോഴിക്കോട് സാമൂതിരിപ്പട തൃശ്ശൂർ കോവിലകം വളയുകയും ഉപരോധം ആരംഭിക്കുകയും ചെയ്തു. കൊച്ചി തമ്പുരാൻ കോവിലകത്തിനുള്ളിൽ എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിച്ചിരിക്കേണ്ടിയും വന്നു. അങ്ങനെ സാമൂതിരിയും അവിടേക്കെത്തി. കോവിലകം തീവച്ച് തകർക്കണോ, വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കണോ തുടങ്ങി പല ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ഈ സമയം തൃശ്ശൂർ മേഖലയിലെ കൊച്ചി തമ്പുരാൻ്റെ കീഴിലുള്ള ചില നമ്പൂതിരിമാർ അവിടേക്ക് എത്തുകയുണ്ടായി. സാമൂതിരി ഇവരെ ആദരപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങൾ എന്തിനിവിടെ വന്നു എന്ന ചോദ്യത്തിന് കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നും കഷ്ടകാലത്ത് ഒന്ന് കണ്ടു പിരിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയെന്നും അനുവദിച്ചാൽ ഞങ്ങൾക്കായി ആ വാതിൽ തുറക്കുമെന്നും ചവിട്ടിപ്പൊളിക്കേണ്ട ആവശ്യം വരില്ലെന്നും നമ്പൂതിരിമാർ അറിയിക്കുകയും ചെയ്തു. അതോടെ സാമൂതിരി അതിന് അനുവാദം നൽകുകയും നമ്പൂതിരിമാരുടെ എണ്ണമൊക്കെ എടുത്ത് ഉള്ളിലേക്ക് അവർ പോവുകയും ചെയ്തു. ഉള്ളിൽ തോൽവി മുന്നിൽ കണ്ട് ദുഃഖത്തിലിരിക്കുന്ന രാജാവിനോട് ഒരു നമ്പൂതിരി തൻ്റെ വേഷം ധരിച്ച് പുറത്തേക്ക് പോവൂ എന്നും അവരെന്നെ ഒന്നും ചെയ്യില്ല എന്നും അറിയിക്കുന്നു. അങ്ങനെ രാജാവ് ആ നമ്പൂതിരിയായി മാറി ആ കൂട്ടത്തിനൊപ്പം പുറത്തേക്ക് പോകുന്നു. കാവൽക്കാർ എണ്ണം നോക്കി ഈ നമ്പൂതിരിമാരെ വിട്ടയക്കുകയും ചെയ്തു. അതിനപ്പുറം പടയാളികൾ കോവിലകത്തിൽ പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിയെ പിടികൂടുകയും ചെയ്തു. എന്നാൽ കണ്ട മാത്രയിൽ തന്നെ സാമൂതിരിക്ക് ചതി മനസ്സിലാവുകയും ചതി പിടഞ്ഞു, ഇത് രാജാവല്ല എന്ന് പറയുകയുമുണ്ടായി. നമ്പൂതിരിയാണെന്നറിഞ്ഞ സാമൂതിരി നമ്മുടെ മുന്നിൽ കാണണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ നമ്പൂതിരിയെ വിട്ടയച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ കാലത്ത് അത്രയും ശക്തനായ സാമൂതിരിക്ക് അത്രയും വലിയൊരു സൈനിക നീക്കത്തിനിടയിൽ അതുപോലൊരു ചതി നേരിടേണ്ടി വന്നിട്ടും ഒന്ന് ശിക്ഷിക്കാനോ എന്തിനേറെ കനത്തിലൊന്ന് ശകാരിക്കുവാനോ പോലും പറ്റാതെ പൊയ്ക്കൊള്ളൂ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കാല നമ്പൂതിരിമാരുടെ മേധാവിത്വം എത്രമാത്രമായിരിക്കും എന്നത് നമുക്ക് ഊഹിക്കാമല്ലോ. ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പദവി ഉണ്ടായിരുന്നോ എന്നതും സംശയമാണ്. അത്രമാത്രം ശക്തിയോടെ നൂറ്റാണ്ടുകൾ കേരളത്തിൻ്റെ വഴികളെ നയിച്ചിരുന്നവരുടെ തകർച്ച കേരളത്തിൻ്റെ ചരിത്രം കൂടിയാണെന്ന് പറയാം. കേരള സമൂഹത്തിൻ്റെ പരിണാമം കൂടെ അവിടെ എടുത്തു കാട്ടപ്പെടും. കേരളത്തിൻ്റെ മൊത്ത ജനസംഖ്യയിൽ 1% പോലുമില്ലാത്ത നമ്പൂതിരി വിഭാഗമായിരുന്നു സത്യത്തിൽ ഒരു 18-ാം നൂറ്റാണ്ട് വരെയെങ്കിലും കേരളത്തിലെ മിക്ക ഭൂമിയുടെയും ഉടമകൾ എന്ന് കാണാം. കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ പലരും എടുത്തുകാട്ടുന്ന കേരളോൽപ്പത്തിയും കേരള മാഹാത്മ്യവും ഒക്കെ തന്നെ നമ്പൂതിരിമാരുടെ സ്വാർത്ഥ ബുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കൂടി കാണാം. ഭൂമിയുടെ ജന്മാവകാശം അവർക്കെന്ന പേരിൽ ചുരുങ്ങിയത് 1000 വർഷമെങ്കിലും അവർ അവരുടെ അപ്രമാദിത്വം തുടർച്ചയായി അനുഭവിച്ചു എന്നത് അത്യപൂർവമായ ചരിത്ര സത്യം തന്നെയാണ്. ഇത്തരത്തിൽ സുഭിക്ഷമായ സുഖജീവിതം നയിച്ച നമ്പൂതിരിമാർ 18-ാം നൂറ്റാണ്ടിനിപ്പുറം തകരുന്ന കാഴ്ച കൂടി നമുക്ക് കാണാവുന്നതാണ്. ലോകൻ്റെ എഴുത്തുകളിൽ ഒരു ഭാഗമുണ്ട്. മലയാള ജാതികളിൽ ഏറ്റവും മാറി നിൽക്കുന്നവരും വലിയ യാഥാസ്ഥിതികരും യൂറോപ്യൻ കാഴ്ചപ്പാടിൽ ഉദ്ബുദ്ധത ഏറ്റവും കുറഞ്ഞവരും നമ്പൂതിരി എന്ന് വിളിക്കപ്പെടുന്ന മലയാള ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി 1800കളുടെ അവസാനം മറ്റൊരെഴുത്തിൽ കേരള രാജാക്കന്മാർ ഇന്നും കാണിക്കുന്ന ഔദാര്യവും ആതിഥ്യവും കൊണ്ട് മാത്രമാണ്
സാധാരണ നമ്പൂതിരിമാർ കഴിഞ്ഞു കൂടുന്നത് എന്നും അവർ ഇന്ന് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആധുനിക സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഉയർന്നില്ലെങ്കിൽ അവർക്ക് ഇന്നുള്ള പദവി നഷ്ടപ്പെടുകയും അവർ വിസ്മൃതകോടിയിൽ തള്ളപ്പെടുകയും ചെയ്യും എന്നുകൂടി പറയുന്നുണ്ട്. ജാതി വിഭാഗങ്ങളെക്കുറിച്ച് അത്രമേൽ പഠനങ്ങൾ നടത്തിയ LK അനന്തകൃഷ്ണ അയ്യരുടേതാണ് ഈ നിരീക്ഷണം. ഇതുപോലെ തന്നെ 1901 തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിലും നമ്പൂതിരിമാരുടെ ജീവിത പരിതസ്ഥിതികളെ പറ്റിയുള്ള ആശങ്കകൾ കാണാം. ശരാശരി നമ്പൂതിരിമാർക്ക് രാജാക്കന്മാർ നൽകുന്ന പരമ്പരാഗതമായ ആതിഥ്യ മര്യാദകൾ മാത്രമാണ് കഴിച്ചിലിനുള്ള ഏക മാർഗം എന്നതാണ് പൊതുവെ ഏവരും പറഞ്ഞു വച്ചിട്ടുള്ള ചരിത്ര സത്യം. അതായത് സമൂഹം മാറി തുടങ്ങിയപ്പോഴും നമ്പൂതിരിമാർ അവരുടെ പതിവ് ശൈലിയിൽ തന്നെ തുടർന്നു എന്നത് തന്നെ. 1891 തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിൽ 12,395 നമ്പൂതിരിമാരിൽ പുരുഷന്മാർ 6,787 സ്ത്രീകൾ 5,608 ആണ് എന്ന് കണക്കുണ്ട്. എന്നാൽ ഈ മൊത്തം നമ്പൂതിരി ജനസംഖ്യയുടെ 45% വരുന്ന സ്ത്രീകളിൽ ഭൂരിപക്ഷവും വെളിച്ചം കാണാതെ ഇല്ലങ്ങളിൽ ഒതുങ്ങേണ്ടി വന്ന ആയുഷ്കാല കന്യകകളാണത്രേ. ഏറിയും കുറഞ്ഞുമിരിക്കുന്ന നമ്പൂതിരി ഇല്ലങ്ങളിലെ ഈ സ്ത്രീജനങ്ങൾ എങ്ങനെ ജീവിച്ചുവെന്നോ അല്ലെങ്കിൽ അവരവിടെ ജീവിച്ചിരുന്നു എന്ന രീതിയിൽ പോലുമുള്ള വിവരങ്ങൾ പുറം ലോകത്തിന് അജ്ഞാതമായിരുന്നു. പരമ്പരാഗത രാജകീയ ഔദാര്യമൊക്കെ പുരുഷന്മാർക്ക് മാത്രമായിരുന്നതുകൊണ്ട് തന്നെ കന്യകമാർ ഇല്ലങ്ങളിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വന്നിരിക്കണം. കന്യകമാരെ വേളി കഴിച്ചു കൊടുക്കാൻ വലിയ ധനസ്ഥിതിയുള്ള ഇല്ലങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ദുസ്ഥിതിയും സമുദായത്തിന് പൊതുവെയുള്ള നിർധനാവസ്ഥയും സമൂഹത്തിൽ അന്ന് പ്രകടമായിരുന്നു എന്ന് കാണാം. 19-ാം നൂറ്റാണ്ടിന് മുന്നേ സമ്പന്നതയിലും പദവിയിലുമൊക്കെ ഭൂദേവന്മാരായി നിലകൊണ്ട ഇവർ എങ്ങനെയാണ് പെട്ടെന്ന് ദരിദ്രരാവുന്നത് എന്ന ചോദ്യമാണല്ലോ പ്രധാനപ്പെട്ടത്. ഇവിടെ നമ്പൂതിരിമാരുടെ പദവിക്കൊന്നും യാതൊരു ഇടിവും തട്ടിയിരുന്നില്ല എന്ന് കാണാം. ഒപ്പം തന്നെ ഭൂമിയിന്മേലുള്ള പരമാവധി ഉടമാവകാശവും നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിട്ടും എങ്ങനെ ദരിദ്രം എന്നതാണ് ചോദ്യം. ആ കാലഘട്ടത്തിൽ നാടിൻ്റെ പൊതുവായ സാമൂഹ്യ പരിതസ്ഥിതിയും സമ്പൽസ്ഥിതിയും സ്വത്ത് സങ്കല്പങ്ങളും ജീവിത സങ്കല്പങ്ങളുമൊക്കെ മാറി വന്നപ്പോൾ താരതമ്യബോധത്തിൻ്റെ അളവുകോലുകൾ മാറി മറിഞ്ഞു. ഈ പുതിയ അവസ്ഥയിലും നമ്പൂതിരിമാർ യാഥാസ്ഥിതികരായി തന്നെ തുടർന്നു പോന്നു. എല്ലാം അവരിലേക്ക് വന്നു ചെന്നെത്തണം എന്ന രീതികളിൽ തന്നെ അവർ തുടർന്നു. ജോലി ചെയ്യുന്നതോ മേൽനോട്ടം നടത്തുന്നതോ പോലും അവർക്ക് നിഷിദ്ധമായിരുന്നു. ലോകസാമാന്യമായ ജീവിത സങ്കല്പങ്ങളിലേക്കും ജീവിതത്തിൻ്റെ പുതിയ മാനദണ്ഡങ്ങളിലേക്കും നാണയ മൂല്യങ്ങളിലേക്കും സമൂഹം മാറിത്തുടങ്ങിയപ്പോൾ ഒന്നിനും മാറ്റം വരാൻ ആഗ്രഹിക്കാത്തവർ അവർ സൃഷ്ടിച്ച നിയമവലികളിൽ തന്നെ മുറുകെ പിടിച്ചിരുന്ന നമ്പൂതിരി വർഗം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ തന്നെ ദരിദ്രരും നിസ്സഹായരുമായി മാറി എന്നതാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. നമ്പൂതിരിമാർ ഭക്ഷിക്കുന്നതെന്നും അമൃതെന്ന് കരുതിയ, നമ്പൂതിരിമാർ അന്നദാതാവും പരമാധികാരിയായ യജമാനനും ഭൂമിയിലെ ദൈവവുമായി ഒക്കെ കരുതിയ ഗ്രാമീണ ജനതയിലേക്ക് പുതിയ സാമൂഹിക ബോധങ്ങൾ ഉയർന്നു തുടങ്ങിയതോടെ ആ പദവി ഇടിയുകയാണ് ഉണ്ടാവുന്നത്. നമ്പൂതിരി വർഗത്തെപ്പറ്റി അത്രമേൽ പഠനങ്ങൾ നടത്തിയ നാഗയ്യയും പത്മനാഭ മേനോനുമൊക്കെ 1900 കാലത്ത് നമ്പൂതിരിമാരുടെ നഷ്ടപ്പെടുന്ന പദവിയെക്കുറിച്ചും കാലത്തിനനുസരിച്ച് മാറാൻ വിമുഖത കാട്ടുന്ന നമ്പൂതിരി വർഗത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വന്തമായ ശാരീരിക അധ്വാനം കൊണ്ട് ഉപജീവിക്കുക എന്ന നടപടി അവർക്ക് ബാധകമല്ല എന്നും രാജാവ് തുടങ്ങി ഇങ്ങേയറ്റത്തെ കൃഷിക്കാരൻ വരെ അവരുടെ ദൂർത്തിന് വക നൽകാൻ സ്വന്തം നിത്യാവശ്യങ്ങൾ കൂടി വർജിക്കണമെന്നും അത്ര വിശേഷമായ ആദരവാണ് ഒരു വർഗം എന്ന നിലയിൽ അവർ നേടിയിരിക്കുന്നത് എന്നും ഒരിക്കലും മറ്റൊരാളെ സേവിക്കരുത് എന്ന മനുവിൻ്റെ ശാസനം കൃത്യമായി അനുവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക ബ്രാഹ്മണ വിഭാഗം നമ്പൂതിരിമാരാണെന്നും ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ചുരുക്കിയാൽ പഴയകാലത്ത് അനുകൂല സമൂഹ വ്യവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്പൂതിരിമാരുടെ അത്യപൂർവ നിയമസംഹിതകൾ ആ കാലം മാറുന്നതിനനുസരിച്ച് അവർ മാറ്റാൻ വിമുഖത കാട്ടിയപ്പോഴും ദൈവിക ചൈതന്യമുള്ളവർ എല്ലാം അവർക്കാദ്യം എന്ന നിലയിലുള്ള ആശയപ്രചാരണം ബാക്കി ജനസമൂഹങ്ങളിൽ കാലാകാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ കൊണ്ട് തന്നെ തകർന്നു തുടങ്ങി എന്ന് പറയാം. അവർ ആചരിച്ചു പോന്ന ആചാരങ്ങൾ തന്നെ മാറ്റങ്ങളില്ലാതെ പിടിച്ചു നിർത്തിയപ്പോൾ അവരിലെ ജനസമൂഹത്തിന് തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുകൂടി കാണാം. ബലം കൊണ്ടും ധനം കൊണ്ടും നിലനിർത്തിയ മേധാവിത്വമൊന്നുമല്ല നമ്പൂതിരിമാരുടേത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത. സത്യത്തിൽ കേരളീയ ജാതി സമൂഹത്തിൻ്റെ അത്രമേൽ വൈവിധ്യമാർന്ന പല തലങ്ങളും കേരള സമൂഹത്തിലെ സമ്പദ്ഘടനാ തലങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വർഗ മേധാവിത്വത്തിൽ നിന്ന് തന്നെയാണെന്ന് കൂടി കാണാം. എന്നാൽ നാടിൻ്റെ പൊതുവായ സാമൂഹിക പരിതസ്ഥിതിയിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ
നിലനിൽക്കാൻ ശ്രമിച്ചതോടെ വർഗം തന്നെ നിസ്സഹായരും ദരിദ്രരുമായി മാറി എന്നുകൂടി പറയാം.